ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നല്ലൊരു അടിപൊളി പിസ്സൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ബ്രെഡ് ഉണ്ടാവുമല്ലോ, ആ ബ്രെഡൊക്കെ ബാലൻസ് വന്നാൽ നമുക്ക് അതുകൊണ്ട് കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ ഇഷ്ടമാവും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു പിസ്സ. അപ്പോൾ എല്ലാവരും ബ്രെഡൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലൊരു പിസ്സ തയ്യാറാക്കി നോക്കിട്ടോ. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇൻഷാ അല്ലാ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഈ പിസ്സ ഉണ്ടാക്കാൻ 6 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തത്. നിങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പിസ്സ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രമില്ലേ, ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നിങ്ങൾ ബ്രെഡിൻ്റെ എണ്ണൊക്കെ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രമാണ് യൂസ് ചെയ്തത്. അതിലേക്ക് 6 ബ്രെഡ് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ബ്രെഡ് ഇതുപോലെ പീസാക്കി വെക്കുക. ഇതിനേക്കാളും ചെറിയ പീസാക്കി മാറ്റാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ 4 മുട്ടയാണ് കേട്ടോ ഈ ഒരു പിസ്സയ്ക്ക് വേണ്ടി യൂസ് ചെയ്തത്. 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഇത് മിക്സാക്കി കൊടുക്കണേ. ഇനി ഇതിലേക്കൊരു 150 ml പാൽ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ നമ്മളെ പാലും മുട്ടയൊക്കെ ആയിട്ട് നല്ലതുപോലെ മിക്സാക്കി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് ഇല്ലേ, ആ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കണം. മിക്സാക്കുക എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കുഴച്ചെടുക്കണം. കാരണം നമ്മളെ പിസ്സയുടെ ബേസാണ് നമ്മൾ ഇത് കൊണ്ട് സെറ്റാക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ കുഴച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പാലും ബ്രെഡൊക്കെ ചേർത്ത് നല്ലതുപോലെ കുഴച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പിസ്സയുടെ ഫസ്റ്റ് ഘട്ടം സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ഒരു പാന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ബട്ടറാണ് ആഡാക്കി കൊടുക്കുന്നത് കേട്ടോ. ഈ ബട്ടർ ആഡാക്കി ഈ ഒരു പാനിലേക്ക് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ ബ്രെഡും പാലൊക്കെ വെച്ച് കുഴച്ച് വെച്ചിട്ടുള്ള മിക്സില്ലേ, ആ ഒരു മിക്സ് നമ്മൾ ഈ ഒരു പാനിലേക്ക് നല്ല രീതിയിൽ സെറ്റാക്കി റെഡിയാക്കി കൊടുക്കണേ. നമ്മളൊരു പിസ്സ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിസ്സ ഡോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കുന്നില്ലേ, പക്ഷേ ഇത്രയും സിമ്പിളായിട്ടാണ് കേട്ടോ ഈ ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. അതും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസും കൊണ്ട്. അങ്ങനെ നമ്മൾ പിസ്സൻ്റെ ആ ഒരു ബേസൊക്കെ സെറ്റാക്കി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് അത്രയും ടൈം മതി കേട്ടോ. കാരണം ബ്രെഡല്ലേ, പെട്ടെന്ന് വേവ് ആയി കിട്ടും. അതിൻ്റെ അടി ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവുക, അത്രേ വേണ്ടുള്ളൂ. കുറച്ച് സമയം മൂടി വെച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് കുറഞ്ഞ സമയം ഒന്ന് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ ഒരു സൈഡ് അത്യാവശ്യം കുറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് കുക്കായി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് കൊട്ടി കൊടുക്കാം. എന്നിട്ട് അതേ പാന് തന്നെ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടറും കൂടി ആഡാക്കിയിട്ട് നമ്മൾ വേവിച്ചെടുത്ത ആ ഒരു ബേസില്ലേ അതിനെ മറിച്ചിട്ട് ഇതിലേക്കൊന്ന് സെറ്റാക്കി കൊടുക്കണേ. പാനിൽ ബട്ടർ ആക്കിയതിന് ശേഷം നമ്മൾ ആ ബട്ടർ ഒന്ന് ഈ പാനിൽ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളത് ഈ ഒരു പാനിലേക്ക് മറിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാനേ. അങ്ങനെ ബട്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ പാനിലേക്ക് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വേവിച്ച് വെച്ച നമ്മളെ ബേസില്ലേ ഇതിലേക്ക് അത് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് സെറ്റാക്കി കൊടുക്കാൻ കേട്ടോ. ഞാനിത് ഇതുപോലെ സെറ്റാക്കി എന്നിട്ട് നല്ല രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അതൊന്ന് ചെറിയ ചെറിയ ഭാഗങ്ങൾ കട്ടിയായിട്ടൊക്കെ തോന്നുന്ന ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ മാറിക്കോളും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലേക്ക് ആദ്യം ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡാക്കി വീണ്ടും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഈ പിസ്സയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നത് ഈ ഒരു ഐറ്റംസൊക്കെ ആഡാക്കുമ്പോഴാണല്ലോ. ഇത് നല്ലതുപോലെ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വലിയ ഉള്ളി
ചെറിയ ചെറിയ പീസാക്കിയത് ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഇതിലേക്ക് സെറ്റാക്കി കൊടുക്കാൻ. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ ആണ് ഞാൻ യൂസ് ചെയ്തത്. അത് ചെറിയ പീസാക്കിയിട്ട് വീണ്ടും ഇതിന് മുകളിലേക്ക് ഇതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കൂടെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി കൊടുക്കുക കേട്ടോ. ഇതിന് മുകളിലേക്ക് ഞാൻ റെഡും ഗ്രീനും ക്യാപ്സിക്കാണ് ആഡാക്കി കൊടുത്തത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഏതെല്ലാം കളർ ക്യാപ്സിക്കം ഉണ്ടോ ആ കളറൊക്കെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒലിവ് കായ് ഉണ്ടല്ലോ, ഗ്രീന്, ബ്ലാക്ക്, അതൊക്കെ ഇതിലേക്ക് ആഡാക്കി കൊടുക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടി ഇതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ആയി മാറും കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തത് കാരണം അതൊന്നും ആഡാക്കിയിട്ടില്ല. ഇത്രയും ഐറ്റംസേ ആഡാക്കിയിട്ടുള്ളൂ. എന്നിട്ട് അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് ഞാൻ ചീസ് നല്ലതുപോലെ പൊടിച്ച് കൊണ്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇത് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ ഞാനിതിന് മുകളിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചിക്കന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആദ്യം തന്നെ വേവിച്ച് വെക്കുന്നുണ്ട്. ആ ചിക്കന് നല്ലതുപോലെ ചെറിയ പീസാക്കി മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അതുകൂടി വെച്ച് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് മുകളിലേക്ക് കുറച്ചുകൂടി ചീസും കൂടി ആഡാക്കി കൊടുത്തിട്ട് ഇത് ഫുള്ള് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മളതൊന്ന് സെറ്റാക്കി റെഡിയാക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ പിസ്സേൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി റെഡിയാക്കി. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് അത്രയും സമയം മതി. അതും വളരെ കുറഞ്ഞ ഫ്ലെയിം വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ഇത് ബ്രെഡാണ്, പെട്ടെന്ന് കുക്കാവും. അപ്പോൾ അത്രയും ഇതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു ഇത് അടിയിൽ വെച്ച് വേണം കേട്ടോ ഇത് ഒന്ന് വേവിച്ചെടുക്കാൻ. അങ്ങനെ നമ്മൾ 15 മിനിറ്റ് ശേഷം നമ്മളെ പിസ്സ ഒക്കെ റെഡിയായി. ഇത് സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് സമയം ഒരുപാട് ചൂടിൽ വേവിച്ചെടുക്കരുത്, അപ്പോൾ ഇത് കരിഞ്ഞു പോവും. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് നല്ലോണം ശ്രദ്ധ വേണേ. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള പിസ്സ കിട്ടിയിട്ടുണ്ട്. അപ്പം ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെയും അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.